ലോക്സഭാ തെരഞ്ഞെടുപ്പാനന്തരം തൃശൂർ കോൺഗ്രസിൽ ആളിപ്പടർന്ന കാട്ടുതീ അണയുന്നില്ല. ടി.എൻ. പ്രതാപനെ ചൊല്ലി സംസ്ഥാന നേതാക്കൾ തമ്മിലടിക്കുമ്പോൾ ജില്ലയിലും പ്രതിസന്ധി രൂക്ഷമാണ്. പുതിയ ഡി.സി.സി പ്രസിഡന്റിനെ പോലും നിയമിക്കാനാകാതെ വലയുകയാണ് കെ.പി.സി.സി, എ.ഐ.സി.സി നേതൃത്വം. ഡിസംബർ 20-ന് മുമ്പ് പുതിയ പ്രസിഡന്റ് വരുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും മാസം 1 കഴിഞ്ഞിട്ടും അതിൽ തീരുമാനമായിട്ടില്ല. ഇതിനിടെ ഡി.സി.സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സജീവ പരിഗണനയിലുണ്ടായിരുന്ന സുന്ദരൻ കുന്നത്തുള്ളിയും ഷാജി കോടങ്കണ്ടത്തും ചെന്നിത്തല ഗ്രൂപ്പ് വിട്ടു. ടി.എൻ. പ്രതാപൻ ചെന്നിത്തല ടീമിന്റെ ഭാഗമായതോടെയാണ് ഏറെക്കാലമായി ചെന്നിത്തലയുടെ വിശ്വസ്തരും ജില്ലയിൽ ഗ്രൂപ്പിന്റെ വക്താക്കളുമായിരുന്ന ഇരുവരും ഗ്രൂപ്പ് വിട്ടത്. ഇരുവരും വി.ഡി. സതീശനോട് അടുക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. പുതുക്കാട് നിയമസഭാ മണ്ഡലത്തിലെ മുൻ സ്ഥാനാർത്ഥിയും എ.ഐ.ടി.യു.സി ജില്ലാ പ്രസിഡന്റുമായ സുന്ദരൻ കുന്നത്തുള്ളിയും കെ.പി.സി.സി സെക്രട്ടറി ഷാജിയും തൃശൂരിലെ ജനകീയരായ നേതാക്കളായാണ് കണക്കാക്കപ്പെടുന്നത്. ചെന്നിത്തല ഗ്രൂപ്പിന് ആലപ്പുഴ കഴിഞ്ഞാൽ ഏറ്റവും കരുത്തുള്ള ജില്ലകളിലൊന്നാണ് ലീഡറുടെ പഴയ തട്ടകമായ തൃശൂർ. ഗ്രൂപ്പിൽ നിന്ന് കെ.സി പക്ഷത്തേക്കും വി.ഡി. സതീശൻ പക്ഷത്തേക്കും ഒഴുക്കുണ്ടായപ്പോഴും ചെന്നിത്തലയ്ക്കൊപ്പം ജില്ലയെ ഉറപ്പിച്ചു നിർത്തിയത് ഷാജിയും സുന്ദരനുമായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ടി.എൻ. പ്രതാപനെ പരസ്യമായി പിന്തുണച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നത്. പ്രതാപൻ മത്സരിച്ചിരുന്നുവെങ്കിൽ തൃശൂരിൽ ജയിച്ചേനെ എന്നായിരുന്നു രമേശിന്റെ പ്രസ്താവന. തൃശൂരിൽ സ്വാധീനമുറപ്പിക്കാൻ ശ്രമിക്കുന്ന കെ. മുരളീധരനുള്ള അടിയായും ഇതിനെ കാണുന്നുണ്ട്. കെ.സി. വേണുഗോപാലും കൈവിട്ടതോടെയാണ് അടുത്ത മുഖ്യമന്ത്രിയാകാൻ കച്ചമുറുക്കുന്ന രമേശ് ചെന്നിത്തലയുമായി പ്രതാപനും ജോസ് വള്ളൂരും അടുക്കുന്നത്. ചെന്നിത്തലയുടെ അടുത്ത അനുയായിയും ഹനീഫ കൊലക്കേസിനെ തുടർന്ന് കോൺഗ്രസ് ഭാരവാഹിത്വങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന ഗോപപ്രതാപൻ സംഘടിപ്പിച്ച പരിപാടിയിലാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതാപൻ അനുകൂല പ്രസ്താവന എന്നത് ശ്രദ്ധേയമാണ്. മുരളീധരൻ തികഞ്ഞ അതൃപ്തിയിലാണ്. തൃശൂർ പരാജയത്തെ തുടർന്ന് കെ.പി.സി.സി അന്വേഷണ റിപ്പോർട്ടിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് കോൺഗ്രസ് നേതാവായിരുന്ന വി. ബലറാമിന്റെ പേരിലുള്ള പുരസ്കാരം ടി.എൻ. പ്രതാപന് രമേശ് ചെന്നിത്തല സമ്മാനിക്കുന്നത്. തൃശൂർ പരാജയത്തിന് പുറമെ ചാലക്കുടിയിൽ ബെന്നി ബെഹനാന് വോട്ട് കുറഞ്ഞതും തൃശൂർ ഡി.സി.സിയുടെ പരാജയമായി റിപ്പോർട്ടിൽ കണ്ടെത്തലുണ്ടെന്നാണ് സൂചന. ചാലക്കുടി മണ്ഡലത്തിൽ എറണാകുളം ജില്ലയിലെ പഞ്ചായത്തുകളിലും ആലുവ മുനിസിപ്പാലിറ്റിയിലും ബെന്നി ബെഹനാൻ ലീഡ് നേടിയപ്പോൾ തൃശൂരിലെ എം.എൽ.എയുള്ള ഏക മണ്ഡലമായ ചാലക്കുടിയിലും കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകളിലും പിന്നിൽ പോവുകയോ ലീഡ് ഗണ്യമായി കുറയുകയോ ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കാൻ കടുത്ത സമ്മർദ്ദമാണ് പ്രതാപൻ നേതൃത്വത്തിൽ ചെലുത്തുന്നത്. കെ. മുരളീധരനെ പോലൊരു മുതിർന്ന നേതാവിനെ പരാജയപ്പെടുത്തി ബി.ജെ.പിക്ക് അക്കൗണ്ട് തുറക്കാൻ സൗകര്യമൊരുക്കിയവരെ ഒരു കാരണവശാലും സംരക്ഷിക്കാനാവില്ലെന്ന് കെ. സുധാകരനും വി.ഡി. സതീശനും കൈമലർത്തിയതോടെയാണ് പ്രതാപൻ ചെന്നിത്തല ക്യാമ്പിൽ അഭയം പ്രാപിച്ചത്. സജീവ രാഷ്ട്രീയത്തിൽ നിന്നൊഴിയാൻ ഒരു ഘട്ടത്തിൽ താൻ ആലോചിച്ചിരുന്നതായി പ്രതാപൻ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. ചെന്നിത്തല അടക്കമുള്ളവരുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് കെ.പി.സി.സി റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കുന്നതെന്നാണ് തൃശൂരിലെ പ്രതാപൻ വിരുദ്ധ വിഭാഗം ആരോപിക്കുന്നത്.